നമ്മൾ ആദ്യം നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും എല്ലാം നല്ല രീതിയിലാക്കുകയും എന്നിട്ട് നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയിരിക്കുന്നു. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വേഷവിധാനങ്ങൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ സംസാരങ്ങൾ എല്ലാം അവർ വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറിയ മക്കൾ, എങ്ങനെയാണ് എന്റെ ഉസ്താദ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് എന്റെ ഉസ്താദ് പെരുമാറുന്നത്, അതെല്ലാം അവർ വളരെ വ്യക്തമായി വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ വളരെ ചെറിയ ഒരു വേതനത്തിലേക്ക് ജോലി ചെയ്യുന്നവരാണ് മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും നല്ല ജോലിയും എല്ലാവരും നാട്ടുകാർക്കിടയിലും അതല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഏറ്റവും തരം താഴ്ന്ന ഒരു ജോലി എന്ന് വരെ വിശേഷിപ്പിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഏറ്റവും നല്ല ശമ്പളം കൊടുക്കേണ്ടതായിട്ടാണ് മുഅല്ലിമീങ്ങൾക്കാണ്. കാരണം അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ജോലിയാണ് അവർ ചെയ്യുന്നത്. വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളവരാണ് മുഅല്ലിമീങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മുഅല്ലിമീങ്ങൾ നമ്മുടെ ഈ ജോലി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്നതിനപ്പുറം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ അംബിയാക്കളെല്ലാം ചെയ്തതുപോലെ അംബിയാക്കളിൽ എന്തുണ്ടായിരുന്നു? കച്ചവടം ചെയ്തവരുണ്ടായിരുന്നു, അംബിയാക്കളിൽ കൃഷി ചെയ്തവരുണ്ടായിരുന്നു, ആശാരിമാരുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് ഹദീസിൽ കാണാം. അതെല്ലാം നമുക്കൊരു മാതൃകയാണ്. നമ്മൾ ഈ ജോലി കഴിഞ്ഞാൽ മുഅല്ലിമീങ്ങൾ എന്നും പള്ളിയുടെ ഉള്ളിൽ തന്നെ വേണം എന്ന് ഒരു വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ജോലി ചെയ്യാം. നമ്മളുടെ മുഅല്ലിമീങ്ങളായ നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് നമുക്ക് മാത്രം അറിയുന്നതാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യാനുള്ള നല്ല ഒരു മനസ്സും അതിലേക്കുള്ള ഒരു നല്ലൊരു മനസ്സ് നാം എന്നും കാണിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്ന നല്ലൊരു ഓർമ്മയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസ് മുഖ്ലിസൻ, നല്ല ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ വാഇദ് മുത്തഇദാകണം എന്ന ഷർത്തില്ല എന്നെല്ലാം പറയാം. പക്ഷേ അത് ഖബൂലിയത്ത് വേണമെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് ഒരു ഖബൂലിയത്ത് ഉണ്ടാകണമെങ്കിൽ വാഇദ് മുത്തഇദായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മുഅല്ലിമീങ്ങളെ പരിഗണിക്കുന്നതായ ഒരു സമൂഹം നമ്മിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവരായിരിക്കണം കമ്മിറ്റി. അങ്ങനെ ഉമറാക്കളും ഉലമാക്കളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഐക്യത്തോടുകൂടെ ഒരു നാട്ടിൽ നമ്മുടെ മദ്രസകളിൽ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ആ നാടിന്റെ ഏറ്റവും